Good morning, dear friends and students. Today we are doing degrees of comparison. It is an important area in grammar because in the university examinations as well as PS examinations, questions are sure answered. Degrees of comparison. What is it? What is the degree of comparison? The degree of comparison indicates a change in the form of an adjective or an adverb. The degree of comparison indicates a change in the form of an adjective or an adverb. What is an adjective? An adjective is a word which qualifies a noun or a pronoun. ഒരു നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് വർദ്ധിപ്പിക്കുന്ന പദമാണ് അഡ്ജക്റ്റീവ്. മലയാളത്തിലെ നാമവിശേഷണം. ആഡ്വർബ്. ആഡ്വർബ് ഈസ് എ വേർഡ് വിച്ച് ക്വാളിഫൈസ് എ വെർബ് ഓർ ആൻ അഡ്ജക്റ്റീവ് ഓർ അനദർ ആഡ്വർബ്. ഒരു വെർബിനെ അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവിനെ അല്ലെങ്കിൽ വേറൊരു ആഡ്വർബിനെ തന്നെയും വിശേഷിപ്പിക്കുന്നതാണ് ആഡ്വർബ്. വി ക്യാൻ സ്റ്റഡി അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വർബ്സ്, വേരിയസ് കൈൻഡ്സ് ഓഫ് ആഡ്വർബ്സ് ഇൻ അവർ ലേറ്റർ ക്ലാസ്സസ്. So these are adjectives and adverbs. So the degree of comparison indicates a change in the form of an adjective or an adverb. ഒരു നാമവിശേഷണത്തിന് അല്ലെങ്കിൽ ഒരു ക്രിയാവിശേഷണത്തിൻ്റെ രൂപത്തിലുള്ള മാറ്റം സൂചിപ്പിക്കുന്നതാണ് the degree of comparison. That is what is degree of comparison. They denote greater or smaller degrees of quantity, quality or manner. They denote greater or smaller ഡിഗ്രീസ് ഓഫ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി ഓർ മാനർ. അതായത് അഡ്ജക്റ്റീവ്സിൻ്റെ അത് ക്വാണ്ടിറ്റി ആകാം, ക്വാളിറ്റി ആകാം, അല്ലെങ്കിൽ മാനർ ആകാം. അഡ്ജക്റ്റീവ്സിൻ്റെ അല്ലെങ്കിൽ ആഡ്വർബിൻ്റെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, മാനർ, അതിൻ്റെ ഉയർച്ച അല്ലെങ്കിൽ താഴ്ച, അതിനെ സൂചിപ്പിക്കുന്നു ഡിഗ്രി ഓഫ് കമ്പാരിസൺ. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആർ ത്രീ. ദർ ആർ ത്രീ കൈൻഡ്സ് ഓഫ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. Degrees of comparison are three in number. They are the base, positive degree. Number two, comparative degree. And the third one, superlative degree. Positive degree, comparative degree and superlative degree. What is a positive degree? Positive degree expresses the quality of an object without any increase or decrease. The base as it is. അല്ലെങ്കിൽ ദി സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത് പോസിറ്റീവ് ഡിഗ്രിയാണ്. ഇറ്റ് എക്സ്പ്രസ്സസ് ദി ക്വാളിറ്റി ഓഫ് ആൻ ഓബ്ജക്റ്റ് വിത്തൗട്ട് എനി ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഒരു വർധനവും ഇല്ല, ഒരു താഴ്ചയും ഇല്ല. അപ്പോൾ അതേപോലെ ആ ക്വാളിറ്റി അതേപോലെ കാണിക്കുന്ന ഡിഗ്രി, ബേസ് അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയാവുന്നതാണ് പോസിറ്റീവ് ഡിഗ്രി. ക്ലവർ, ടോൾ, ഗ്രേറ്റ്, ആക്റ്റീവ് ആർ സം ഓഫ് ദി എക്സാമ്പിൾസ്. കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പോസിറ്റീവ് ഡിഗ്രിയുടെ അർത്ഥം ഒന്നുകിൽ കൂട്ടും അല്ലെങ്കിൽ കുറയ്ക്കും. അതായത് കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്ന പോസിറ്റീവ് ഡിഗ്രിയിലുള്ള ആ പദത്തിൻ്റെ മീനിങ് വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതാണ്. ദറ്റ് ഈസ് വാട്ട് ഈസ് കമ്പാരിറ്റീവ് ഡിഗ്രി. ക്ലവർ എന്നുള്ളതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ക്ലവറർ, ടോൾ, ടോളർ, ഗ്രേറ്റ്, ഗ്രേറ്റർ, ആക്റ്റീവ്, മോർ ആക്റ്റീവ്, മോർ ആക്റ്റീവ്. Then the last one, superlative degree, that is the apex point, the zenith, ഏറ്റവും ഉയർന്നത് അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്നത്. That is superlative degree. What is it? It increases or decreases the positive degree in the highest or lowest degree. It increases or decreases the positive degree in the highest or in the lowest degree. അതായത് പോസിറ്റീവ് ഡിഗ്രി ഒന്നുകിൽ അങ്ങ് ഏറ്റവും ഉയരത്തിൽ, പരമോന്നത ഭാഗത്ത് ഏറ്റവും ഉയരത്തിൽ കൊണ്ടെത്തിക്കുന്നു, അല്ലെങ്കിൽ ഏറ്റവും താഴ്ചയിൽ കൊണ്ടെത്തിക്കുന്നു. അതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ദി പോസിറ്റീവ് ഡിഗ്രി ടു ദി ഹയസ്റ്റ് ഓർ ദ ലോവസ്റ്റ് ഡിഗ്രി. ക്ലവർ എന്നുള്ളതിൻ്റെ സൂപ്പർലേറ്റീവ് ക്ലവറസ്റ്റ് ആണ്. ക്ലവർ, ക്ലവറർ, കമ്പാരിറ്റീവ് ക്ലവറസ്റ്റ്. ടോൾ, ടോളർ, ടോളസ്റ്റ് ആണ് സൂപ്പർലേറ്റീവ്. ഗ്രേറ്റ്, ഗ്രേറ്റർ, ഗ്രേറ്റസ്റ്റ് ആണ് സൂപ്പർലേറ്റീവ്. ആൻഡ് ആക്റ്റീവ്, മോർ ആക്റ്റീവ്, ദ മോസ്റ്റ് ആക്റ്റീവ്. ദ മോസ്റ്റ് ആക്റ്റീവ് ഈസ് ദി സൂപ്പർലേറ്റീവ് ഡിഗ്രി. സോ ദീസ് ആർ പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. നൗ ലെറ്റ് us see the ways of forming comparative and superlative degree. നമ്മൾ ഈ ബേസ് ഫോമിൽ നിന്നും അല്ലെങ്കിൽ ഈ പോസിറ്റീവ് ഡിഗ്രിയിൽ നിന്നും എങ്ങനെയാണ് കമ്പാരിറ്റീവ് ഡിഗ്രി അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്?
Most adjectives form the comparative degree by adding er and the superlative by adding est to the positive degree. നമ്മൾ അഡ്ജക്റ്റീവ്സിനെ ഏറെ പരിശോധിച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ടാക്കാൻ വേണ്ടി പോസിറ്റീവ് ഡിഗ്രിയുടെ അവസാനം ER ചേർക്കും. സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ടാക്കാൻ വേണ്ടി അവസാനം പോസിറ്റീവ് ഡിഗ്രിയുടെ അവസാനം EST ചേർക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മോസ്റ്റ് അഡ്ജക്റ്റീവ്സ് ഫോം ദി കമ്പാരിറ്റീവ് ഡിഗ്രി ബൈ ആഡിങ് ER ആൻഡ് ദി സൂപ്പർലേറ്റീവ് ബൈ ആഡിങ് EST ടു ദി പോസിറ്റീവ് ഡിഗ്രി. ടോൾ അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ടാക്കാൻ ER ചേർത്താൽ മതി. പോസിറ്റീവ് ഡിഗ്രി ആയ ടോളിൻ്റെ അവസാനം ER ചേർത്താൽ ടോളർ കിട്ടും. അതാണ് കമ്പാരിറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവിന് EST ചേർത്താൽ മതി. പോസിറ്റീവ് ഡിഗ്രിയുടെ അവസാനം ടോളിൻ്റെ കൂടെ EST ചേർക്കുമ്പോൾ ടോളസ്റ്റ്. ബിഗ് കമ്പാരിറ്റീവ് ബിഗ്ഗർ, സൂപ്പർലേറ്റീവ് ബിഗ്ഗസ്റ്റ്. ഹാപ്പി ഹാപ്പിയർ, ഹാപ്പിയസ്റ്റ്. സൂപ്പർലേറ്റീവ് ഈസി ഈസിയർ, ഈസിയസ്റ്റ്. വൈസ് വൈസർ, വൈസസ്റ്റ്. ലാർജ് ലാർജർ, ലാർജസ്റ്റ്. റെഡ് ചുവന്നാന്നുള്ള അഡ്ജക്റ്റീവ് റെഡർ, റെഡസ്റ്റ്. തിൻ തിന്നർ, തിന്നസ്റ്റ്. എന്നാൽ മോസ്റ്റ് adjectives of 2 syllables. What is syllable? Syllable means the unit of sound. Syllable is a unit of sound. നമ്മുടെ ഉച്ചാരണത്തിൽ ശബ്ദത്തിൻ്റെ ഒരു യൂണിറ്റിനാണ് നമ്മൾ സിലബിൾ എന്ന് പറയുന്നത്. നമ്മുടെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ സിലബിൾസ് ചേർന്നതാണ് വേർഡ്സ് ഉണ്ടാകുന്നത്. സിലബിൾ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ എത്ര പ്രാവശ്യം നമ്മുടെ ചെസ്റ്റിൽ നമ്മൾ കൈവച്ച് നോക്കിയാൽ എത്ര പ്രാവശ്യം ചെസ്റ്റ് വൈബ്രേറ്റ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ഓരോ സിലബിളായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് ഓഫ് സൗണ്ടാണ് സിലബിൾ എന്ന് പറയുന്നത്. അത് പിന്നെ മോണോസിലബിക് വേർഡ്സ് ഉണ്ട്, ഡൈസിലബിക് വേർഡ്സ് ഉണ്ട്, പിന്നെ രണ്ടിലേറെ മൂന്നും അതിലധികവും സിലബിൾസ് വരുന്ന വേർഡ്സും ഉണ്ട്. അതിൽ മോസ്റ്റ് അഡ്ജക്റ്റീവ്സ് ഓഫ് 2 syllables, 2 സിലബിൾസ് വരുന്ന കൂടുതൽ അഡ്ജക്റ്റീവ്സ്. ആൻഡ് ഓൾസോ ആൻഡ് ഓൾ അഡ്ജക്റ്റീവ്സ് വിത്ത് മോർ ദാൻ 3 syllables. 3 സിലബിൾസോ അതിലേറെ വരുന്ന എല്ലാ അഡ്ജക്റ്റീവ്സും. ഓൾ അഡ്ജക്റ്റീവ്സ് വിത്ത് മോർ ദാൻ 3 syllables ഫോം ദി കമ്പാരിറ്റീവ് ബൈ യൂസിങ് ദി ആഡ്വർബ് മോർ ആൻഡ് ദ സൂപ്പർലേറ്റീവ് ബൈ യൂസിങ് മോസ്റ്റ് വിത്ത് ദി പോസിറ്റീവ്. അതായത് 2 syllables ഉള്ള മിക്ക അഡ്ജക്റ്റീവ്സും, ചിലതേ ഉള്ള എക്സെപ്ഷൻസ്, അതിന് അപവാദങ്ങൾ ചിലതേ ഉള്ളൂ. മിക്ക വേർഡ്സിനും 2 syllables ഉണ്ടെന്നുണ്ടെങ്കിലും അതല്ല 3-ലേറെ syllables ഉണ്ടെങ്കിൽ വേർഡ്സ് വിത്ത് മോർ ദാൻ 3 syllables, 3-ലേറെ syllables വരുന്ന വാക്കുകളും ദേ ഫോം ദെയർ കമ്പാരിറ്റീവ് ബൈ യൂസിങ് ദി ആഡ്വർബ് മോർ. ആഡ്വർബ് മച്ച്, മോർ, മോസ്റ്റ്, അതിലെ ആഡ്വർബ് മോർ ഉപയോഗിച്ച് കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ടാക്കും. സൂപ്പർലേറ്റീവ് ഉണ്ടാക്കാനായിട്ട് മോസ്റ്റ് ഉപയോഗിക്കും. അതായത് പോസിറ്റീവിൻ്റെ മുൻപിൽ അവസാനമല്ല, മുൻപിൽ മോസ്റ്റ് ഉപയോഗിക്കും. അങ്ങനെ വരുന്നതുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം സ്പ്ലെൻഡിഡ്. 2 syllablesേ ഉള്ളൂ, അത് 2 syllables ഉണ്ട്. സ്പ്ലെൻഡിഡ്. അപ്പം അതിൻ്റെ കമ്പാരിറ്റീവ് സ്പ്ലെൻഡിഡർ എന്നല്ല, മോർ സ്പ്ലെൻഡിഡ് എന്നാണ്. അതിൻ്റെ സൂപ്പർലേറ്റീവ് സ്പ്ലെൻഡിഡസ്റ്റ് എന്നല്ല. എന്ത് ചെയ്യണം? മോസ്റ്റ് എന്ന് പറയുന്ന ആഡ്വർബ് മുമ്പിൽ പോസിറ്റീവ് ഡിഗ്രിയുടെ മുമ്പിൽ ഉപയോഗിക്കണം. മോസ്റ്റ് സ്പ്ലെൻഡിഡ് എന്നാണ്. വണ്ടർഫുൾ 2 syllables. അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി മോർ വണ്ടർഫുൾ, സൂപ്പർലേറ്റീവ് ആഡ്വർബായ മോസ്റ്റ് പോസിറ്റീവ് ഡിഗ്രിയുടെ മുമ്പിൽ ചേർക്കണം, മോസ്റ്റ് വണ്ടർഫുൾ. ബ്യൂട്ടിഫുൾ അതും ഡൈസിലബിക്കാണ്, 2 syllables ഉണ്ട്. അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി മോർ എന്നുള്ള ആഡ്വർബ് പോസിറ്റീവ് ഡിഗ്രിയുടെ മുമ്പിൽ ഉപയോഗിച്ച് മോർ ബ്യൂട്ടിഫുൾ ഉണ്ടാക്കുന്നു. അതിൻ്റെ സൂപ്പർലേറ്റീവ് ബ്യൂട്ടിഫുള്ളസ്റ്റ് എന്നൊന്നും അല്ല, മോസ്റ്റ് എന്ന് പറഞ്ഞ ആഡ്വർബ് മുമ്പിൽ ഉപയോഗിച്ച് അതിൻ്റെ സൂപ്പർലേറ്റീവ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ നമ്മൾ എടുക്കുന്നു. പിന്നെ ചില വാക്കുകളുണ്ട്, there are some other words which are disyllabic. 2 syllables ഉള്ള ചില വാക്കുകളുണ്ട്. ബട്ട് ഇറ്റ് ടേക്സ് ചില വാക്കുകൾ, ഏളി എന്ന് പറയുന്ന വാക്ക്, ഏളി 2 syllables ഉള്ളതാണ് എങ്കിൽ കൂടി അതിൻ്റെ പോസിറ്റീവ് ഡിഗ്രി ഏളിയാണ്, കമ്പാരിറ്റീവ് ഡിഗ്രി മോർ ഏളി എന്നല്ല, ഏളിയറാണ്. സൂപ്പർലേറ്റീവ് മോസ്റ്റ് ഏളി അല്ല, ഏളിയസ്റ്റ് എന്നാണ്. അതുപോലെയാണ് അഗ്ലി എന്ന് പറയുന്നത്. ബ്യൂട്ടിഫുളിൻ്റെ ആൻ്റണിയുമായി ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അഗ്ലിയർ, അഗ്ലിയസ്റ്റ് എന്നാണ്, അല്ലാതെ മോർ അഗ്ലി, മോസ്റ്റ് അഗ്ലി എന്ന് പറയില്ല. ചില ആളുകൾ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഇൻകറക്റ്റ് ടു സേ അഗ്ലി, അഗ്ലിയർ, അഗ്ലിയസ്റ്റ്
എന്ന് വരും. ഇനി there are some irregular comparatives. നമ്മൾ വെബ്സിൻ്റെ കാര്യത്തിൽ ഇറഗുലർ വെബ്സ് എന്ന് പറഞ്ഞല്ലോ, അതായത് ഇറഗുലർ വെബ്സ് എന്ന് പറഞ്ഞാൽ അത് പ്രസൻറ്റ് ടെൻസ് ഒരെണ്ണം, പാസ്റ്റ് ടെൻസ് വേറൊന്ന്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേറൊന്ന്. അതേപോലെ ഇറഗുലർ കമ്പാരിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡിഗ്രി ഒന്ന്, അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തത് കമ്പാരിറ്റീവ്, ഇവയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തത് സൂപ്പർലേറ്റീവ് വരുന്നതുകൊണ്ട്. അതാണ് ദേ ആർ കോൾഡ് ഇറഗുലർ കമ്പാരിറ്റീവ്സ്. Some comparatives and superlatives are not formed from the positive. Positive നല്ല ഉണ്ടാവും. They are different words. They are quite different forms. There are some comparatives which do not form. They are comparatives and superlatives out of the positive degree. But comparative degree and superlative are different forms. And such words are called irregular comparatives. അങ്ങനെയുള്ള വാക്കുകളെയാണ് നമ്മൾ ഇറഗുലർ കമ്പാരിറ്റീവ്സ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ഡിഗ്രി ഒരെണ്ണം, അതിൽ നല്ല കമ്പാരിറ്റീവ് ഉണ്ടാകുന്നത്, അത് വേറൊരെണ്ണം. ഇതിൽ നിന്നൊന്നുമല്ല സൂപ്പർലേറ്റീവ് ഉണ്ടാകുന്നത്, അത് വേറൊന്ന്. ഗുഡും വെല്ലും, ഗുഡിൻ്റെയും വെല്ലിൻ്റെയും മീനിങ് ഏതാണ്ടൊന്നാണ്. ഗുഡും വെല്ലും അതിൻ്റെ രണ്ടിൻ്റെയും കമ്പാരിറ്റീവ് ഡിഗ്രി വേറൊരു വാക്കാണ്, ബെറ്ററാണ്. അപ്പോൾ അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി വേറൊരു വാക്കാണ്, ബെസ്റ്റാണ്. ബാഡായാലും ഇല്ലായാലും ഈവിളായാലും അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി വേറൊരു വാക്കാണ്, വഴ്സാണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെങ്കിൽ വസ്റ്റാണ്. ലിറ്റിൽ, ലെസ് അല്ലെങ്കിൽ ലെസ്സർ എന്നും കമ്പാരിറ്റീവ് ഡിഗ്രി പറയാം. ലിറ്റിലിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ലെസ്, ലെസ് അല്ലെങ്കിൽ ലെസ്സർ. സൂപ്പർലേറ്റീവ് ഡിഗ്രി ലീസ്റ്റ്. യാതൊരു ബന്ധമല്ല. ദീസ് ത്രീ വേർഡ്സ് ഡു നോട്ട് ഹാവ് എനി കണക്ഷൻ, ഒരു ബന്ധമല്ലല്ലോ. ലേറ്റ്, ലേറ്റർ, ലാറ്ററും വരാം. ലാറ്റർ സൂപ്പർലേറ്റീവ് ആണെങ്കിൽ ലേറ്റസ്റ്റ്, അത് ലാസ്റ്റും. ലേറ്റിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രീസാണ് ലേറ്ററും ലാറ്ററും. പിന്നീടെന്നുള്ള ലേറ്ററും, രണ്ടാമത് പറഞ്ഞത്, രണ്ടാമത് വിശേഷിപ്പിച്ചതെന്നുള്ള ലാറ്ററും. അതുപോലെ അതിൻ്റെ സൂപ്പർലേറ്റീവ് എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റും വരാം, ലാസ്റ്റും വരാം. ഓൾഡ്, ഓൾഡിൻ്റെ ഓൾഡറും ഉണ്ട്, എൽഡറും ഉണ്ട്. ഈ കുടുംബത്തിലെ അംഗങ്ങളെ വിശേഷിപ്പിക്കുമ്പോൾ അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ആയിട്ട് എൽഡർ ഉപയോഗിക്കും. അല്ലാതെ പ്രായമുള്ളതെന്ന് സൂചിപ്പിക്കാൻ ഓൾഡറാണ്. കുടുംബത്തിലെ ആളുകൾ തങ്ങളിൽ ഈ പ്രായ വ്യത്യാസം കാണിക്കാനായിട്ട്, മൂപ്പുമുറ കാണിക്കാനായിട്ട് എൽഡറാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സൂപ്പർലേറ്റീവ് ഇതേപോലെ എൽഡസ്റ്റും ഉണ്ട്, ഓൾഡസ്റ്റും ഉണ്ട്. കുടുംബത്തിലെ അംഗങ്ങളുടെ കാര്യം പറയുമ്പോഴുള്ള സൂപ്പർലേറ്റീവാണ് എൽഡസ്റ്റ്. അല്ലാതുള്ള പ്രായ കൂടുതൽ കാണിക്കാൻ, ഏറ്റവും പ്രായമുള്ളതെന്ന് കാണിക്കാൻ ഓൾഡസ്റ്റ് എന്നാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ ഫാർ, ഫാർദറും ഉണ്ട്, ഫർദറും ഉണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രി. ഫാറിൻ്റെ ടു കമ്പാരിറ്റീവ് ഡിഗ്രീസ് ആർ ഫാർദർ ആൻഡ് ഫർദർ. വീണ്ടും ഇൻ എഡിഷൻ എന്നുള്ള ഫർദറും ഉണ്ട്, ഡിസ്റ്റൻസിനെ കാണിക്കുന്ന ഫാർദറും ഉണ്ട്. സൂപ്പർലേറ്റീവ് ഫർദസ്റ്റും ഉണ്ട്, ഫാർദസ്റ്റും ഉണ്ട്. ഫർദസ്റ്റ് നമ്മൾ അധികം കണ്ടിട്ടില്ല. ഫാർദസ്റ്റ് ഏറ്റവും അകലെയുള്ള, മോസ്റ്റ് ഡിസ്റ്റൻ്റ് എന്നർത്ഥമുള്ള ഫാർദസ്റ്റ്. അപ്പ് കമ്പാരിറ്റീവ് അപ്പറാണ്, സൂപ്പർലേറ്റീവ് അപ്പർ മോസ്റ്റ്. മച്ച് നമുക്കറിയാം, മച്ചിൻ്റെയും മെനിയുടെയും കമ്പാരിറ്റീവ് ഡിഗ്രി മോറാണ്. നമ്മൾ നേരത്തെ ഉപയോഗിച്ച ആഡ്വർബ് മോർ. സൂപ്പർലേറ്റീവ് മോസ്റ്റ്. നിയർ, നിയറർ, നിയറസ്റ്റ്, നെക്സ്റ്റ്. ഇൻ, ഇന്നറുണ്ട്. അതേപോലെ സൂപ്പർലേറ്റീവ് പറയുമ്പോഴത്തേക്ക് ഇൻമോസ്റ്റും എടുക്കാം, ഇന്നർ മോസ്റ്റും എടുക്കാം. ഇൻമോസ്റ്റും ഉപയോഗിക്കാം, ഇന്നർ മോസ്റ്റ്. വൺ സെക്കൻഡ്. ഇൻ അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ഇന്നറാണ്. അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഇൻമോസ്റ്റും ഇന്നർ മോസ്റ്റും. ഔട്ട്, ഔട്ടർ. സൂപ്പർലേറ്റീവ് ഔട്ടർ മോസ്റ്റും ഉണ്ട്, അറ്റ്മോസ്റ്റ്. അറ്റ്മോസ്റ്റ്, ദിസ് ഈസ് ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ ഔട്ട് എന്നുള്ളതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ഔട്ടറാണ്. സൂപ്പർലേറ്റീവ് ഔട്ടർ മോസ്റ്റും ഉണ്ട്, അറ്റ്മോസ്റ്റ്, UTMOST, അറ്റ്മോസ്റ്റും ഉണ്ട്. പിന്നെ there are some words which do not permit any degrees of comparison. ഡിഗ്രീസ് ഓഫ് കമ്പാരിസന് വഴിപ്പെടാത്ത, ഡിഗ്രീസ് ഓഫ് കമ്പാരിസന് ഇല്ലാത്ത ചില പദങ്ങളുണ്ട്. ഇംഗ്ലീഷിൽ ആഡിക്വേറ്റ് ആയാലും, മോർ ആഡിക്വേറ്റോ മോസ്റ്റ് ആഡിക്വേറ്റോ ഒന്നുമില്ല, ആഡിക്വേറ്ററോ ആഡിക്വേറ്റസ്റ്റും ഇല്ല. അതുപോലെയാണ് കംപ്ലീറ്റ്, ഡെവോയിഡ്, ഇല്ലാത്ത എന്നുള്ള ഡെവോയിഡ്, എൻഡെയർ, കംപ്ലീറ്റ് എന്നുള്ള എൻഡെയർ, ഫൈനൽ, ഇമ്പോസിബിൾ, ഇനവിറ്റബിൾ, മോർ ഇനവിറ്റബിളും മോസ്റ്റ് ഇനവിറ്റബിളും ഇല്ല. ഇറവോക്കബിൾ, ഇറവോക്കബിൾ, തിരുത്താനാകാത്ത, നികത്താനാകാത്ത, ഇറവോക്കബിൾ. മെയിൻ, മോർ മെയിനും മോസ്റ്റ് മെയിനും ഇല്ല, അതിന് കമ്പാരിറ്റീവ്സ് പറ്റില്ല.
ഷോ എന്നുള്ള മാനിഫെസ്റ്റിനും ഇല്ല. മൈനർ, മേജർ എന്നുള്ളതിൻ്റെ മൈനർ, അതിൻ്റെ ഓപ്പോസിറ്റായ മൈനർ അതിനുമില്ല. പ്രിൻസിപ്പലിനില്ല. പെർപ്പച്വൽ, അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ശാശ്വതമായ എന്നുള്ള പെർപ്പച്വൽ പ്രിൻസിപ്പൽ അതിനൊന്നുമില്ല. അതേപോലെ തന്നെ യൂണിവേഴ്സൽ അതിനില്ല. യുനാനിമസിനില്ല. മോർ യുനാനിമസും, യുനാനിമസ് മീൻസ് വിത്ത് വൺ വോയിസ്, ഏകകണ്ഠേന. അതിന് മോർ യുനാനിമസും മോസ്റ്റ് യുനാനിമസും പറയത്തില്ല. സാർവലൗകികമായ, സാർവജനീനമായ എന്നുള്ള യൂണിവേഴ്സൽ. മോർ യൂണിവേഴ്സലും മോസ്റ്റ് യൂണിവേഴ്സലും ഇല്ല. ഹോൾ, ഫുൾ, കംപ്ലീറ്റ് എന്നുള്ള ഹോൾ. മോർ ഹോളും മോസ്റ്റ് ഹോളും ഒന്നുമില്ല. ഇവയ്ക്കൊന്നും ദേ ഡു നോട്ട് പെർമിറ്റ് കമ്പാരിറ്റീവ് ഡിഗ്രീസ്. കമ്പാരിറ്റീവ് ഡിഗ്രീസ് ഇല്ലാത്ത വാക്കുകളാണ് ആഡിക്വേറ്റ്, കംപ്ലീറ്റ്, ഡിവോയ്ഡ്, എൻറ്റയർ, ഫൈനൽ, ഇമ്പോസിബിൾ തുടങ്ങിയ പദങ്ങൾ. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതുപോലെ നമ്മൾ ലേറ്റിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി നമ്മൾ ലേറ്റർ പറഞ്ഞു, അതേപോലെ ലാറ്ററും പറഞ്ഞു. എന്താ ഇവങ്ങളുടെ വ്യത്യാസം? ലേറ്റർ ആൻഡ് ലാറ്റർ. ലേറ്റർ ആൻഡ് ലാറ്റർ റെഫർ ടു ടൈം. ടൈമിനെ സൂചിപ്പിക്കുന്നത്. ലേറ്റർ ആയാലും ലാറ്റർ ആയാലും ടൈമിനെ സൂചിപ്പിക്കുന്നത്. ജോൺ ഈസ് ലേറ്റർ ദാൻ ഐ എക്സ്പെക്റ്റഡ്. ഞാൻ പ്രതീക്ഷിച്ചതിലും വൈകിപ്പോയി ജോൺ. ജോൺ ഈസ് ലേറ്റർ ദാൻ ഐ എക്സ്പെക്റ്റഡ്. ദ ലാറ്റർ പാർട്ട് ഓഫ് ദി മൂവി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ദ ലാറ്റർ പാർട്ട്, പിന്നീടുള്ള ഭാഗം, ദ ലാറ്റർ പാർട്ട് ഓഫ് ദി മൂവി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. അത് രണ്ടും ടൈം, പിന്നീടുള്ള ആ ലാറ്റർ. അപ്പം ലേറ്ററും ലാറ്ററും എന്തിനെ കാണിക്കുന്നു? ടൈമിനെ കാണിക്കുന്നു. ഫാർദർ ഞാൻ സൂചിപ്പിച്ചു ഡിസ്റ്റൻ്റ് എന്നാണ്. ഫാർദർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫാറിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ഫാർദർ. ഫാർദറിൻ്റെ മീനിങ് മോർ ഡിസ്റ്റൻ്റ് എന്നാണ്. ഫർദർ മീൻസ് അഡീഷണൽ. കൂടാതെ ഫർദർ, അഡീഷണൽ എന്നാണ് ഫർദർ എന്നുള്ള കമ്പാരിറ്റീവ് ഡിഗ്രി. ഫാറിൻ്റെ രണ്ട് കമ്പാരിറ്റീവ്സാണ് ഫാർദറും ഫർദറും. ദ എർത്ത് ഈസ് ഫാർദർ ഫ്രം ദി സൺ ദാൻ മെർക്കുറി. ദ എർത്ത് ഈസ് ഫാർദർ ഫ്രം ദി സൺ ദാൻ മെർക്കുറി. അവിടുത്തെ ഫാർദറാണ്. ഡിസ്റ്റൻറ്റ്, മെർക്കുറിയേക്കാളും വളരെ അകലെയായ, സൂര്യനിൽ നിന്ന് അകന്ന ഗ്രഹമാണ് ദി എർത്ത് എന്ന് പറയുന്നത്. ആഫ്റ്റർ ഹിസ് ഫെയിലുവർ he made no further attempt to contest. After his failure or after his defeat, he made no further attempt to contest. മത്സരിക്കാൻ ശ്രമം നടത്തിയില്ല. അപ്പം ഫാർദർ എന്ന് പറഞ്ഞാൽ മോർ ഡിസ്റ്റൻ്റ് ആണ്. ഫാർദർ മീൻസ് അഡീഷണൽ. നിയറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഇംപ്ലൈസ് ഓർ ഷോസ് ഓർ ഇൻഡിക്കേറ്റ്സ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിനെയാണ് നിയറസ്റ്റ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാമല്ലോ, നിയർ എന്നുള്ളതിൻ്റെ സൂപ്പർലേറ്റീവാണ്. നിയറസ്റ്റും ഉണ്ട്, നെക്സ്റ്റും ഉണ്ട്. നെക്സ്റ്റ് ഉണ്ടല്ലോ, നെക്സ്റ്റ് റെഫേഴ്സ് ടു പൊസിഷൻ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പൊസിഷനെ കാണിക്കുന്നത്. അതേ സമയത്ത് നിയറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇംപ്ലൈസ് ഓർ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഡിസ്റ്റൻസ്. നിയറസ്റ്റ് ഡിസ്റ്റൻസിനെ കാണിക്കുമ്പോൾ നെക്സ്റ്റ് പൊസിഷനെ കാണിക്കുന്നത്. ട്രിവാൻഡ്രം ഈസ് ദ നിയറസ്റ്റ് സിറ്റി. ട്രിവാൻഡ്രം ഈസ് ദ നിയറസ്റ്റ് സിറ്റി. അതെന്തിനാണ്? ഡിസ്റ്റൻസിനെ കാണിക്കുന്നത്. മൈ ടീച്ചർ ലീവ്സ് ഇൻ ദി നെക്സ്റ്റ് ഹൗസ്. മൈ ടീച്ചർ ലീവ്സ് ഇൻ ദി നെക്സ്റ്റ് ഹൗസ്. നെക്സ്റ്റ് ഹൗസ് പൊസിഷനെ കാണിക്കുന്നു. another important thing, the comparative adjective ending in or are followed by the preposition to. അത് പ്രപ്പോസിഷൻ്റെ കൂട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഓവറിൽ അവസാനിക്കുന്ന കമ്പാരിറ്റീവ് ഡിഗ്രീസ് ഉണ്ടല്ലോ, ആ ഓവറിൽ അവസാനിക്കുന്ന കമ്പാരിറ്റീവ് ഡിഗ്രീസ് മിക്കവാറും സ്വീകരിക്കുന്ന പ്രപ്പോസിഷൻ ടു ആണ്. അല്ലാതെ എല്ലാ കമ്പാരിറ്റീവ് ഡിഗ്രീസ് കഴിഞ്ഞാലും ദാൻ വേണം. നമ്മളൊരു സെൻറ്റൻസിൽ കമ്പാരിറ്റീവ് ഡിഗ്രി പറഞ്ഞാൽ ദാൻ വേണം. അതേ സമയത്ത് ഓവറിൽ അവസാനിക്കുന്ന കമ്പാരിറ്റീവ് ഡിഗ്രീസിന് ദാൻ അല്ല വേണ്ടത്. ഇറ്റ് ടേക്സ് ദ പ്രപ്പോസിഷൻ ടുവിനെ സ്വീകരിക്കുന്നത്. ഇൻഫീരിയർ ആയാലും സുപ്പീരിയർ ആയാലും ജൂനിയർ ആയാലും സീനിയർ ആയാലും പ്രയർ ടു. ആൻറ്റീരിയർ മുൻവശത്തെ, പോസ്റ്റീരിയർ പുറകിലെ. അപ്പോൾ ഇതെല്ലാം ഇൻഫീരിയർ, സുപ്പീരിയർ, ജൂനിയർ, സീനിയർ, പ്രയർ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, ഇതെല്ലാം ഓവറിൽ അവസാനിക്കുന്ന കമ്പാരിറ്റീവ് ഡിഗ്രീസാണ്. ആൻഡ് ഓൾ ദീസ് കമ്പാരിറ്റീവ് ഡിഗ്രീസ് ടേക്ക് ദ പ്രിപ്പോസിഷൻ ടു ആണ് സ്വീകരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ കമ്പാരിറ്റീവ് ഡിഗ്രിക്കും എന്താ വേണ്ടത്? വെൻ വി റൈറ്റ് വി ഷുഡ് യൂസ് ദാനാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻ്റർചേഞ്ച് ഓഫ് ഡിഗ്രീസ് വിത്തൗട്ട് എനി ചേഞ്ച് ഓർ ആൾട്രേഷൻ ഇൻ മീനിങ്. വി ഷുഡ് ഇൻ്റർചേഞ്ച് ദി ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസനെ മാറ്റി ഉപയോഗിക്കണം. മീനിങ്ങിൽ യാതൊരു വ്യത്യാസം വരാൻ പാടില്ല. ദർ ഷുഡ് ബി നോ ചേഞ്ച് ഇൻ മീനിങ്. മീനിങ്ങിൽ യാതൊരു വ്യത്യാസവും വരാൻ പാടില്ല.
മീനിങ്ങിൽ വ്യത്യാസം വരാതെ നമ്മൾ ഡിഗ്രീസ് മാറ്റി ഉപയോഗിക്കണം. ഒരു സൂപ്പർലേറ്റീവ് വാക്യം കിട്ടിക്കഴിഞ്ഞാൽ മീനിങ്ങിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ നമ്മളതിനെ കമ്പാരിറ്റീവ് ഡിഗ്രി ആക്കണം. അതിനെ തന്നെ വീണ്ടും മീനിങ്ങിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ പോസിറ്റീവ് ഡിഗ്രിയുടെ ആ ഫോമാറ്റിൽ എഴുതണം. അതേപോലെ ഒരു കമ്പാരിറ്റീവ് ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർലേറ്റീവിലും പോസിറ്റീവിലും മാറ്റി എഴുതണം. ഒരു കമ്പാരിറ്റീവ് ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനെ പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റി എഴുതണം. അതുപോലെ ഒരു പോസിറ്റീവ് ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മീനിങ്ങിൽ യാതൊരു വ്യത്യാസമില്ലാതെ കമ്പാരിറ്റീവ് ഡിഗ്രിയും ഏറ്റവും ഉയർന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രിയും ആക്കി മാറ്റി എഴുതണം. സോ ദാറ്റ് ഈസ് എ ടാസ്ക് ആക്ച്വലി, ഇൻ്റർചേഞ്ച് ഓഫ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ലെറ്റ് us see an example. എവറസ്റ്റ് ഈസ് ദി ഹയസ്റ്റ് പീക്ക് ഇൻ ദി വേൾഡ്. നമ്മൾ ആർട്ടിക്കിൾസ് പഠിച്ചു, എവറസ്റ്റ് എന്ന് പറയുന്നത് വൺ മൗണ്ടനാണ്, സിംഗിൾ മൗണ്ടനാണ്. അതിൻ്റെ മുമ്പിൽ ദ ഉപയോഗിച്ചുകൂടെന്ന് പഠിച്ചു. ദി എവറസ്റ്റ് എന്ന് പറയത്തില്ല, എവറസ്റ്റ് എന്നേ പറയത്തുള്ളൂ. എവറസ്റ്റ് ഈസ് ദി ഹയസ്റ്റ് പീക്ക് ഇൻ ദി വേൾഡ്. പിന്നെ എല്ലാ സൂപ്പർലേറ്റീവ്സിൻ്റെ മുമ്പിൽ THE ദി അല്ലെങ്കിൽ ദ വേണം എന്നുള്ളത് നിർബന്ധമാണല്ലോ. അത് എവറസ്റ്റ് ഈസ് ദി ഹയസ്റ്റ് പീക്ക് ഇൻ ദി വേൾഡ്. ഇതിനെ മീനിങ്ങിൽ യാതൊരു വ്യത്യാസം കൂടാതെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് എന്ന് പറയുമ്പോൾ ദി ഹയസ്റ്റിന് പകരം ഹയർ ദാൻ. ദി സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ കൂടെ മാത്രമേ വരത്തുള്ളൂ. ദി ഹയസ്റ്റ് എന്നുള്ളതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ഹയർ ദാൻ, ഹയർ ദാൻ വരണ അർത്ഥത്തിൽ വ്യത്യാസം വരാൻ പാടില്ല. ഇതിന് പ്രത്യേകിച്ച് റൂളില്ലെങ്കിലും ഐ ആം ടെല്ലിങ് യു സം ഷോർട്ട് കട്ട്സ് ഇൻ ദി പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചില ഷോർട്ട് കട്ട്സ് ചെയ്യാൻ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള ഒരു വാക്യത്തെ അതിനെ മീനിങ്ങിൽ യാതൊരു വ്യത്യാസമില്ലാതെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയെ കമ്പാരിറ്റീവ് ഡിഗ്രി ആക്കുമ്പോൾ നമ്മൾ ആ സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ സ്ഥാനത്ത് കമ്പാരിറ്റീവ് ഡിഗ്രിയും ദാനും ഉപയോഗിക്കണം. എന്ന് പറയുമ്പോൾ ദ ഹയസ്റ്റിന് പകരം ഹയർ ദാൻ വേണം, ഹയർ ദാൻ വേണം. പിന്നെ നമ്മുടെ കയ്യിൽ നിന്നും ഓൾ അതർ എന്ന് വേണം, ഓൾ അതർ. എന്നിട്ട് സെക്കൻഡ് നൗണിനെ പ്ലൂറലാക്കി ബാക്കിയുള്ളതും ഉപയോഗിച്ചാൽ മതി. വൺസ് അഗൈൻ സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ സ്ഥാനത്ത് കമ്പാരിറ്റീവ് ഡിഗ്രി പ്ലസ് ദാൻ, കമ്പാരിറ്റീവ് ഡിഗ്രി എഴുതിയാൽ ദാൻ വേണമല്ലോ, ദാനും നമ്മൾ ഉപയോഗിക്കുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ നിന്നും എന്താണ് ഓൾ അതർ ഉപയോഗിക്കുന്നു. ഓൾ അതർ കഴിഞ്ഞാൽ സെക്കൻഡ് നൗണിനെ അങ്ങ് പ്ലൂറലാക്കണം, സിംഗുലർ ആണെങ്കിലും പ്ലൂറലാക്കണം. പ്ലൂറലാക്കിയിട്ട് ബാക്കിയുള്ളതും അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ എവറസ്റ്റ് ഈസ് ദി ഹയസ്റ്റ് പീക്ക് ഇൻ ദി വേൾഡിനെ മീനിങ്ങിൽ യാതൊരു വ്യത്യാസമില്ലാതെ കമ്പാരിറ്റീവ് ഡിഗ്രി ആക്കുമ്പോൾ എവറസ്റ്റ് ഈസ് ഹയർ ദാൻ ഓൾ അതർ. അവിടെ പീക്ക് എന്നുള്ളതിനെ എന്താക്കണം, പ്ലൂറലാക്കണം, പീക്സ് ഇൻ ദി വേൾഡ്. എവറസ്റ്റ് ഈസ് ഹയർ ദാൻ, പിന്നെന്താ വേണ്ടേ, ഓൾ അതർ. പിന്നെ സെക്കൻഡ് നൗണിനെ പ്ലൂറലാക്കണം, പീക്സ് ഇൻ ദി വേൾഡ് എന്നായി. ഇപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി ആയി. ദർ ഈസ് നോ ചേഞ്ച് ഇൻ മീനിങ്. മറ്റെല്ലാ പർവ്വതങ്ങളെക്കാളും ഉയരമുള്ള കൊടുമുടിയാണ് ഇത് എവറസ്റ്റ് എന്നായി. ഇപ്പം ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് എവറസ്റ്റ് എന്നുള്ള അതേ മീനിങ് തന്നെ വന്നു. ഇനി ഇതിനെ എവറസ്റ്റ് ഈസ് ദി ഹയസ്റ്റ് പീക്ക് ഇൻ ദി വേൾഡിനെ യാതൊരു മീനിങ്ങിലൊരു ചേഞ്ചും ഇല്ലാതെ ഇനി താഴെ കൊണ്ടുവരണം, പോസിറ്റീവ് ഡിഗ്രി ആകണം. അത് ഹയസ്റ്റിന് വരെ നമ്മൾ ഹൈ ഉപയോഗിക്കണം, പോസിറ്റീവ് ഡിഗ്രി ആയ ഹൈ ഉപയോഗിക്കണം. ആൻഡ് ഓൾസോ ദർ ഷുഡ് ബി നോ ചേഞ്ച് ഇൻ മീനിങ്. മീനിങ്ങിലാണെങ്കിൽ യാതൊരു ചേഞ്ചും വരാൻ പാടില്ല. അതിനെന്താ മാർഗം? അങ്ങനെ സൂപ്പർലേറ്റീവിനെ പോസിറ്റീവ് ഡിഗ്രി ആക്കാൻ ആവശ്യപ്പെടുന്ന വേളയിൽ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നും ആദ്യം നോ അതർ ഉപയോഗിക്കണം. നോ അതർ കഴിഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് ശേഷമുള്ള ഭാഗം മുഴുവനും ഉപയോഗിക്കുക. നോ അതർ കഴിഞ്ഞാൽ ഉടനെ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് ശേഷമുള്ള ഭാഗം മുഴുവനും. അത് കഴിഞ്ഞാൽ വെർബ്, ഓക്സിലറി എങ്കിൽ ഓക്സിലറി, അല്ലാത്ത വെർബെങ്കിൽ വെർബ്. എന്താണെന്ന് വെച്ചാൽ വെർബ് ഉപയോഗിക്കണം. പിന്നീട് സോ ആസ് ഈ പദങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ ആസ് ആയാലും മതി, അല്ലെങ്കിൽ സോ ആസിനിടയിൽ പോസിറ്റീവ് ഡിഗ്രി പ്രതിഷ്ഠിക്കുക. എന്നിട്ട് ഫസ്റ്റ് നൗൺ. അപ്പോൾ എന്താ വേണ്ടത്? നോ അതർ പ്ലസ് ദി പാർട്ട് ആഫ്റ്റർ ദി സൂപ്പർലേറ്റീവ് പ്ലസ് വെർബ് പ്ലസ് സോ പ്ലസ് പോസിറ്റീവ് ഡിഗ്രി പ്ലസ് ആസ് പ്ലസ് ഫസ്റ്റ് നൗൺ. എവറസ്റ്റ് ഈസ് ദി ഹയസ്റ്റ് പീക്ക് ഇൻ ദി വേൾഡ്. ഇപ്പം നോ അതർ നമ്മുടെ കയ്യിൽ നിന്ന് ഉപയോഗിച്ചു. നോ അതർ, പിന്നെ ദി പാർട്ട് ആഫ്റ്റർ ദി സൂപ്പർലേറ്റീവ്, പീക്ക് ഇൻ ദി വേൾഡ്. പിന്നെ വെബ്, ഈസ് അല്ലേ അവിടുത്തെ വെബ്, ഈസ്. ഇനി സോ ആസിനിടയിൽ പോസിറ്റീവ് ഡിഗ്രി, ഹൈ ആണല്ലോ പോസിറ്റീവ് ഡിഗ്രി. സോ ഹൈ ആസ് ഫസ്റ്റ് നൗൺ എവറസ്റ്റ്. നോ അതർ പീക്ക് ഇൻ ദി വേൾഡ് ഈസ് സോ ഹൈ ആസ്, അല്ലെങ്കിൽ ആസ് ഹൈ ആസ് ആയാലും മതി.
സോ ഹൈയാസ് അല്ലെങ്കിൽ ആസ് ഹൈയാസ്. എവറസ്റ്റ് എന്നായപ്പോഴത്തേക്ക് അത് പോസ്റ്റ് ഡിഗ്രി ആയി. ഈ മൂന്നിനും മീനിങ്ങിൽ യാതൊരു ചേഞ്ചും ഇല്ല. അതിൻ്റെ പ്രയോഗങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ആ സൂപ്പർലേറ്റീവിനെ നമ്മൾ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ മീനിങ് വി ടേൺഡ് ഇറ്റ് ഇൻറ്റു കമ്പാരിറ്റീവ് ആൻഡ് ഫൈനലി വി ടേൺഡ് ഇറ്റ് ഇൻറ്റു പോസ്റ്റ് ഡിഗ്രി വിത്തൗട്ട് ദി ലീസ്റ്റ് ചേഞ്ച് ഇൻ മീനിങ്. മീനിങ്ങിൽ യാതൊരു വ്യത്യാസവും കൂടെ നമ്മൾ പോസിറ്റീവാക്കി മാറ്റി. എലിഫൻറ്റ് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് അനിമൽ ഇൻ ദി വേൾഡ്. ദ സ്ട്രോങ്ങസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, സൂപ്പർലേറ്റീവാണ്. വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ മീനിങ് വി ഷുഡ് ചേഞ്ച് ദി സൂപ്പർലേറ്റീവ് ഇൻറ്റു കമ്പാരിറ്റീവ് ആസ് വെൽ ആസ് പോസിറ്റീവ്. മീനിങ്ങിൽ യാതൊരു വ്യത്യാസം കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം, ഈ സൂപ്പർലേറ്റീവിനെ ദ സ്ട്രോങ്ങസ്റ്റിനെ സ്ട്രോങ്ങർ ദാനും ആക്കി എഴുതണം. അതുപോലെ തന്നെ സ്ട്രോങ് എന്ന് പറയുന്ന പോസിറ്റീവ് ഡിഗ്രി ആക്കി വേറൊരു വാക്കി എഴുതണം. അപ്പോൾ ആദ്യം നമുക്ക് ആ കമ്പാരിറ്റീവ് ഡിഗ്രി അടക്കാം. ഇപ്പോൾ എന്താ വേണ്ടത്, സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ സ്ഥാനത്ത് കമ്പാരിറ്റീവ് ഡിഗ്രിയും ദാനും, പിന്നെ എന്താ വേണ്ടത്, ഓൾ അതർ, പിന്നെ സെക്കൻഡ് നൗണിനെ പ്ലൂറലാക്കണം, പിന്നെ ബാക്കിയുള്ള കാര്യം എഴുതി ചേർത്താൽ മതിയല്ലോ. അപ്പോൾ എലിഫൻറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഓൾ അതർ അനിമൽസ് ഓൺ ലാൻഡ്. ഇനി എലിഫൻറ്റ് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് അനിമൽ ഓൺ ലാൻഡ് എന്നുള്ളതിനെ നമ്മൾ താഴെ പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്ത് വേണം, നോദർ ആദ്യം വേണം, പിന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ശേഷമുള്ള ഭാഗം മുഴുവനും ആദ്യം എഴുതുക, പിന്നെ വെർബ്, പിന്നെ സോസിൻ്റെ ഇടയിൽ പോസിറ്റീവ് ഡിഗ്രി, പിന്നെ ഫസ്റ്റ് നൗൺ. അങ്ങനല്ലേ? അപ്പോഴെങ്ങനെ വരും, നോ അതർ അനിമൽ ഇൻ ദി വേൾഡ്. സൂപ്പർലേറ്റീവ് ഡിഗ്രി ശേഷമുള്ള ഭാഗം മുഴുവനുമായപ്പം അനിമൽ ഇൻ ദി വേൾഡ്. അവിടെ വെർബ് ഏതാ, ഈസ് അല്ലേ? ഈസ് സോ സ്ട്രോങ് ആസ് എലിഫൻറ്റ്. ഭൂമിയിലുള്ള മറ്റ് ഒരു മൃഗത്തിനും എലിഫൻറ്റിനോളം ശക്തിയില്ല, സ്ട്രോങ് അല്ല എന്ന് പറഞ്ഞപ്പോൾ മീനിങ് സ്ട്രോങ്ങസ്റ്റ് എന്നുള്ള മീനിങ് തന്നെയായി അല്ലേ? അങ്ങനെയാണ് നമ്മളത് ഉപയോഗിക്കേണ്ടത്. കോവളം ഈസ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബീച്ച് ഐ ഹാവ് സീൻ. കോവളം ഈസ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബീച്ച് ഐ ഹാവ് സീൻ. കമ്പാരിറ്റീവ് ഡിഗ്രി, കോവളം ഈസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നുള്ളതിന് എന്താ വേണ്ടത്, മോർ ബ്യൂട്ടിഫുൾ ദാൻ. ഓൾ അതർ ബീച്ച് എന്നുള്ളത് പ്ലൂറൽ, ബീച്ചസ് ഐ ഹാവ് സീൻ. ഇനി പോസിറ്റീവ്, അപ്പോൾ ആദ്യം നോ അതർ ബീച്ച് ഐ ഹാവ് സീൻ ഈസ് സോ ബ്യൂട്ടിഫുൾ ആസ് കോവളം. ഫസ്റ്റ് നൗൺ, അങ്ങനെയല്ലേ? ഗോപാൽ ഈസ് ദി ക്ലവറസ്റ്റ് ബോയ് ഇൻ ദി ക്ലാസ്. ആദ്യം കമ്പാരിറ്റീവ്, ഗോപാൽ ഈസ് ദി ക്ലവറസ്റ്റിന് പകരം ക്ലവറർ ദാൻ. ഓൾ അതർ ബോയ് എന്നുള്ളതിൻ്റെ പ്ലൂറൽ നൗൺ, ബോയ്സ് ഇൻ ദി ക്ലാസ്. ഇനി പോസ്റ്റ് ഡിഗ്രിയിലേക്ക് കൊണ്ടുവരുന്നു, താഴേക്ക് കൊണ്ടുവരുന്നു. നോ അതർ സൂപ്പർലേറ്റീവ് ഡിഗ്രി ശേഷമുള്ള ഭാഗം മുഴുവനും നോ അതർ ബോയ് ഇൻ ദി ക്ലാസ് ഈസ് സോ ക്ലവറാസ് അല്ലെങ്കിൽ ആസ് ക്ലവറാസ് ഗോപാൽ എന്നായല്ലോ. ഇനി ഇതിൽ തന്നെ സൂപ്പർലേറ്റീവ് ഉപയോഗിക്കുന്നതിൽ വൺ ഓഫ് വരുന്ന എക്സ്പ്രഷൻസ് വരും. അതിന് കുറേ മാറ്റങ്ങൾ വരുത്തണം. വൺ ഓഫ് വരുന്ന എക്സ്പ്രഷൻസും, ദി എക്സ്പ്രഷൻ വൺ ഓഫ് ഈസ് യൂസ്ഡ് ഇൻ സം കേസസ്. അപ്പോൾ വൺ ഓഫ് വരുന്ന എക്സ്പ്രഷൻസിനെ പോസ്റ്റ് ഡിഗ്രി ആക്കാനായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നോ അതറല്ലേ വെരി ഫ്യൂ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. വെരി ഫ്യൂ കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ദി പാർട്ട് ആഫ്റ്റർ ദി സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് ശേഷമുള്ള ഭാഗം മുഴുവനും നമ്മളൊന്ന് ഉപയോഗിക്കണം. അത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടുത്തെ വെർബ് സിംഗുലർ ആയിരിക്കും, അതിനെ പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. പ്ലൂറൽ വെർബ് കഴിഞ്ഞാൽ ഉടനെ സോ ആസിനിടയിൽ പോസ്റ്റ് ഡിഗ്രി, സോ പ്ലസ് പോസിറ്റീവ് ഡിഗ്രി പ്ലസ് ആസ്, അല്ലെങ്കിൽ ആസിനിടയിൽ പോസിറ്റീവ് ഡിഗ്രി പ്ലസ് ഫസ്റ്റ് നൗൺ. അപ്പോൾ ഇതിനെ ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സിവിലൈസേഷൻസ് ദി വേൾഡ് എന്നുള്ളതിനെ ആ സൂപ്പർലേറ്റീവിനെ പോസിറ്റീവ് ഡിഗ്രി ആക്കുമ്പോൾ എങ്ങനെ വരും, വെരി ഫ്യൂ സിവിലൈസേഷൻസ് ഇൻ ദി വേൾഡ്. അപ്പോൾ ഈസ് അല്ലല്ലേ വരേണ്ടെന്ന്, ഈസ് എന്നുള്ളതിന് പകരം പ്ലൂറൽ വെർബ് വേണം, ആർ പിന്നെ സോ ആസിനിടയിൽ പോസിറ്റീവ് ആർ സോ ഓൾഡ് ആസ് the Indus Valley civilization. Another one, Germany is one of the richest countries in the world. Germany is one of the richest countries in the world. ആദ്യം കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ സ്ഥാനത്ത് കമ്പാരിറ്റീവ് ഡിഗ്രി, പിന്നെ ദാൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് മോസ്റ്റ് അതർ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. അപ്പോഴെങ്ങനെ വരും, ജർമ്മനി ഈസ് റിച്ചർ ദാൻ മോസ്റ്റ് അതർ countries in the world. മോസ്റ്റ് അതർ കൺട്രീസ് ഇൻ ദി വേൾഡ്. അതിനെ പോസ്റ്റ് ഡിഗ്രി ആകുമ്പോൾ ഹൗ വിൽ ബി ദി ചേഞ്ച് എങ്ങനെയായിരിക്കും, വെരി ഫ്യൂ
കൺട്രീസ് ഇൻ ദി വേൾഡ്, പിന്നെ പ്ലൂറൽ വെർബ് വേണം. ആർ സോ റിച്ച് ആസ് ജർമ്മനി. വെരി ഫ്യൂ കൺട്രീസ് ഇൻ ദി വേൾഡ് ആർ സോ റിച്ച് ആസ് ജർമ്മനി. അനദർ എക്സാമ്പിൾ, ബ്രസീൽ ഈസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് കൺട്രീസ് ഇൻ ദി വേൾഡ്. അവിടെ വൺ ഓഫ് എക്സ്പ്രഷൻ ആകുമ്പോൾ അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ദ ലാർജസ്റ്റ് ആണല്ലോ സൂപ്പർലേറ്റീവ്. കമ്പാരിറ്റീവ് ഡിഗ്രി ലാർജർ ദാൻ. വൺ ഓഫ് ഒന്നും നമ്മൾ ഒരിടത്തും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി ആകുമ്പോൾ ബ്രസീൽ ഈസ് ലാർജർ ദാൻ മോസ്റ്റ് അതർ കൺട്രീസ് ഇൻ ദി വേൾഡ്. ഇനി അതിൻ്റെ പോസിറ്റീവ് ഡിഗ്രി വെരി ഫ്യൂ കൺട്രീസ് ഇൻ ദി വേൾഡ്, പിന്നെ പ്ലൂറൽ വെർബ് ആർ. ലാർജസ്റ്റ് എന്നുള്ളതിൻ്റെ പോസിറ്റീവ് ഡിഗ്രി ലാർജ്. അപ്പോൾ വെരി ഫ്യൂ കൺട്രീസ് ഇൻ ദി വേൾഡ് ആർ സോ ലാർജ് ആസ് ബ്രസീൽ. ഇനി നമുക്ക് ലെറ്റ് us see some other examples of interchange. ഇനി ഇൻ്റർചേഞ്ചിൻ്റെ വേറെ ചില എക്സാമ്പിൾസ് നോക്കാം. അനദർ വൺ, മാംഗോസ് ആർ സ്വീറ്റർ ദാൻ ബനാനാസ്. അതിനെ ചേഞ്ച് ചെയ്യാൻ പറയുന്നു. മാംഗോസ് ആർ സ്വീറ്റർ ദാൻ ബനാനാസ്. ഈ സെൻറ്റൻസിൽ രണ്ട് ഫാക്ടേഴ്സേ ഉള്ളൂ. രണ്ട് ഫാക്ടേഴ്സ് ഉള്ളെന്നുണ്ടെങ്കിൽ അത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്, അല്ലെങ്കിൽ തന്നെ സ്വീറ്റർ ദാൻ കാണുമ്പോൾ അറിയാം. ആ രണ്ട് ഫാക്ടേഴ്സ് ഉള്ളെങ്കിൽ അതിന് സൂപ്പർലേറ്റീവ് പറ്റില്ല. വി കനോട്ട് ചേഞ്ച് ഇറ്റ് ഇൻ ടു സൂപ്പർലേറ്റീവ് ഡിഗ്രി. രണ്ട് ഫാക്ടേഴ്സ് ഉള്ളെങ്കിൽ അതിനെ നമുക്ക് പോസിറ്റീവ് ഡിഗ്രി ആക്കാം എന്നല്ലാതെ രണ്ട് ഫാക്ടേഴ്സിനെ വെച്ചുകൊണ്ട് ഏറ്റവും ഉയർന്നതോ ഏറ്റവും താഴ്ന്നതുമായ സൂപ്പർലേറ്റീവ് ഡിഗ്രി നിർമ്മിക്കാൻ പറ്റത്തില്ല, ഉണ്ടാക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഇത് മാംഗോസ് ആർ സ്വീറ്റർ ദാൻ ബനാനാസ് എന്ന് പറയുന്നത് അത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡിഗ്രിയിലേക്ക്. അപ്പോൾ മാംഗോസ് ബനാനാസിനേക്കാളും മാധുര്യമുള്ളതാണ്. പറഞ്ഞു വരുമ്പോൾ നമ്മൾ പോസിറ്റീവ് ഡിഗ്രി ബനാനാസിന് മാംഗോസിൻ്റെ അത്ര മാധുര്യമില്ല എന്ന് പറഞ്ഞാൽ മതി. ഇല്ല എന്ന് പറയുന്നത് നെഗറ്റീവാണല്ലോ, ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മാർഗം എന്താ? അപ്പോൾ ഇങ്ങനെ കമ്പാരിറ്റീവ് ഡിഗ്രിയെ പോസിറ്റീവ് ഡിഗ്രി ആക്കാനായിട്ടുള്ളൊരു മാർഗം സെക്കൻഡ് നൗൺ ആദ്യം ഉപയോഗിക്കണം. സെക്കൻഡ് നൗൺ കഴിഞ്ഞാൽ ഉടനെ വേർബ്. വേർബ് കഴിഞ്ഞാൽ ഉടനെ നോട്ട് ഉപയോഗിക്കണം. സെക്കൻഡ് നൗൺ കഴിഞ്ഞാൽ ഉടനെ വേർബ്, ഉടനെ നോട്ട്. പിന്നെ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ സോ ആസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ആസിൻ്റെ ഇടയിൽ, സോ ആസിൻ്റെ ഇടയിലോ ആസിൻ്റെ ഇടയിലോ പോസിറ്റീവ് ഡിഗ്രി. അത് കഴിഞ്ഞ് ഫസ്റ്റ് നൗൺ അങ്ങ് പറഞ്ഞാൽ മതി. സെക്കൻഡ് നൗൺ പ്ലസ് വേർബ് പ്ലസ് നോട്ട്. മറക്കരുത്, നെഗറ്റീവായിട്ടേ പറയാൻ പറ്റത്തുള്ളൂ, നോട്ട്. പിന്നെ സോ പ്ലസ് പോസിറ്റീവ് ഡിഗ്രി പ്ലസ് ആസ് പ്ലസ് ഫസ്റ്റ് നൗൺ. അപ്പം ആദ്യം സെക്കൻഡ് നൗണിനെ എടുക്കണം, പിന്നെ വേർബ് എടുക്കണം. വേർബ് കഴിഞ്ഞാൽ ഉടനെ നോട്ട് വേണം. നോട്ട് കഴിഞ്ഞാൽ ഉടനെ സോ ആസിനിടയിൽ അല്ലെങ്കിൽ ആസിനിടയിൽ പോസിറ്റീവ് ഡിഗ്രി. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് നൗൺ. അപ്പോൾ ഇതെങ്ങനെ വരും? ഐ വിൽ ബി ദി ആൻസർ, ഐ വിൽ ബി ദി ചേഞ്ച് ഇൻ ടു പോസിറ്റീവ് ഡിഗ്രി. സെക്കൻഡ് നൗൺ ബനാനാസ് ആണല്ലോ. ബനാനാസ് ആർ വെബ്, നോട്ട്. സ്വീറ്റർ ദാൻ എന്നുള്ളതിൻ്റെ പോസിറ്റീവ് ഡിഗ്രി സ്വീറ്റ്. ആർ നോട്ട് സോ സ്വീറ്റാസ് അല്ലെങ്കിൽ ആസ് സ്വീറ്റാസ്. മാംഗോസ്, ബനാനാസിന് മാംഗോസിനോടൊപ്പം മധുരമില്ല എന്നാണ്. അയൺ ഈസ് മോർ യൂസ്ഫുൾ ദാൻ കോപ്പർ. അപ്പം രണ്ട് സബ്സ്റ്റൻസേ ഉള്ളൂ ഇവിടെ. രണ്ട് സബ്സ്റ്റൻസേ ഉള്ളൂ എങ്കിൽ നമുക്കത് പോസിറ്റീവായിട്ട് മാത്രമേ, കമ്പാരിറ്റീവ് ഡിഗ്രി ആണെങ്കിൽ പോസിറ്റീവായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്ത ആൻസർ? സെക്കൻഡ് നൗൺ ആദ്യം, അത് കഴിഞ്ഞാൽ വേർബ്, പിന്നെ നോട്ട്. ഈസുഹാസിനിടയിൽ പോസിറ്റീവ് ഡിഗ്രി പ്ലസ് ഫസ്റ്റ് നൗൺ. വൺസ് അഗൈൻ, സെക്കൻഡ് നൗൺ, വേർബ്, നോട്ട്, സുഹാസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ആസിൻ്റെ ഇടയിൽ പോസിറ്റീവ് ഡിഗ്രി പ്ലസ് ഫസ്റ്റ് നൗൺ എന്നല്ലേ വരേണ്ടത്. അപ്പോൾ അയൺ ഈസ് മോർ യൂസ്ഫുൾ ദാൻ കോപ്പർ ഈസ് നോട്ട് സോ യൂസ്ഫുൾ. മോർ യൂസ്ഫുൾ എന്നുള്ളതിൻ്റെ പോസിറ്റീവ് ഡിഗ്രി യൂസ്ഫുൾ. സോ യൂസ്ഫുൾ ആസ് അല്ലെങ്കിൽ ആസ് യൂസ്ഫുൾ ആസ് അയൺ. ദെൻ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ, പെൻ ഈസ് മൈറ്റിയർ ദാൻ സ്വേഡ്. തോലിയേക്ക് പടവാളിനേക്കാൾ മൂർച്ചയുണ്ട്. അപ്പം അത് രണ്ടെണ്ണേ ഉള്ളൂ. അവിടെ മൈറ്റിയർ ദാൻ കാണുമ്പോഴേ അറിയാം കമ്പാരിറ്റീവ് ഡിഗ്രി ആണെന്നറിയാം. അപ്പോൾ ഇതിന് ഒരു ചേഞ്ചേ ഉള്ളൂ, പോസിറ്റീവ് ഡിഗ്രി ആയിട്ട് മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ്? സെക്കൻഡ് നൗൺ ആദ്യം, പിന്നെ ഓക്സിലറി, നോട്ട്, പിന്നെ സുഹാസിനിടയിൽ
അല്ലെങ്കിൽ ആസിനിടയിൽ പോസ്റ്റ് ഡിഗ്രി, പിന്നെ ഫസ്റ്റ് നൗൺ. അപ്പോൾ സോഡ് ഈസ് നോട്ട് ആസ് മൈറ്റാസ് അല്ലെങ്കിൽ സോ മൈറ്റാസ് പെൻ, വാളിന് തൊലിയോടൊത്ര മൂർച്ചയില്ല എന്ന് പറഞ്ഞാൽ മതി. നൗ ലെറ്റ് us see some other examples. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു സെൻറ്റൻസിൻ്റെ ആദ്യം നോ അതർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കറിയാം അത് പോസിറ്റീവ് ഡിഗ്രിയാണ്. അല്ലെങ്കിൽ പോസിറ്റീവ് ഡിഗ്രിയാണെന്ന് തിരിച്ചറിയാൻ ഒരു മാർഗ്ഗം സോ ആസിനിടയിൽ പോസിറ്റീവ് ഡിഗ്രി കാണും. അപ്പോൾ അതിനെ നമ്മൾ സൂപ്പർലേറ്റീവ് ആക്കാം, അതുപോലെ തന്നെ കമ്പാരിറ്റീവ് ഡിഗ്രി ആക്കാം. കമ്പാരിറ്റീവ് ഡിഗ്രി കണ്ടാൽ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അതിൽ ദാൻ കാണും. അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി കഴിഞ്ഞാൽ ഉടനെ ദാൻ ഉണ്ടാവും, അത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിലും പോസിറ്റീവ് ഡിഗ്രിയിലുള്ള സെൻറ്റൻസിനെ നമുക്ക് മറ്റ് രണ്ട് ഇതിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പോസിറ്റീവ് ഡിഗ്രിയിലേക്കും സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്കും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതേ സമയത്ത് രണ്ട് ഫാക്ടേഴ്സ് ഉള്ളെങ്കിൽ, ഒരു സെൻറ്റൻസിൽ രണ്ട് ഫാക്ടേഴ്സ് ഉള്ളെന്നുണ്ടെങ്കിൽ അത് കമ്പാരിറ്റീവ് ഡിഗ്രി ആയിരിക്കും. അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് മാത്രമേ ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പോസിറ്റീവ് ഡിഗ്രി ആയിരിക്കും, അതിനെ നമുക്ക് കമ്പാരിറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യാം. രണ്ട് ഫാക്ടേഴ്സ് ഉള്ളെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആക്കാൻ പറ്റത്തില്ല. ഒരു സെൻറ്റൻസിൻ്റെ ആദ്യം നോ അതർ ഉണ്ടെന്നുണ്ടെങ്കിലും വെരി ഫ്യൂ ഉണ്ടെന്നുണ്ടെങ്കിലും വെരി ഫ്യൂ എന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ അത് വൺ ഓഫ് എന്നുള്ള എക്സ്പ്രഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് വെരി ഫ്യൂ ആ പോസിറ്റീവ് ഡിഗ്രിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളതിനെ സൂപ്പർലേറ്റീവ് ആക്കുമ്പോൾ വൺ ഓഫ് ഉപയോഗിക്കണം. കമ്പാരിറ്റീവ് ഡിഗ്രി ആക്കുമ്പോൾ നമ്മൾ വൺ ഓഫ് ഉപയോഗിക്കുന്നില്ല എങ്കിലും സൂപ്പർലേറ്റീവ് ഡിഗ്രി ആക്കുമ്പോൾ തീർച്ചയായിട്ടും വെരി ഫ്യൂ എന്നുള്ളൊരു പോസിറ്റീവ് ഡിഗ്രിയിലെ സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വൺ ഓഫ് ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യണം. Now let us see some examples. No other people in the world are so courteous as the Japanese. ലോകത്തിൽ മറ്റാളുകൾ ആരും തന്നെ ജപ്പാൻകാരെ പോലെ വിനയമുള്ളവർ അല്ലെങ്കിൽ മര്യാദ ഉള്ളവരല്ല. No other people in the world is so courteous as the Japanese. ഇപ്പം നോ അതർ കണ്ടോ മനസ്സിലാക്കി അത് പോസിറ്റീവ് ഡിഗ്രിയാണ്. അല്ലെങ്കിൽ തന്നെ സോവാസിനിടയിൽ കർട്ടിയസ് എന്നുള്ള പോസിറ്റീവ് ഡിഗ്രി കണ്ടോ മനസ്സിലാക്കി പോസിറ്റീവ് ഡിഗ്രിയാണ്. അതിനെ നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രിയും ആക്കാം. ആദ്യം കമ്പാരിറ്റീവ് ഡിഗ്രി ആലോചിക്കണം. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് കമ്പാരിറ്റീവ് ഡിഗ്രി ആക്കുമ്പോൾ നമ്മൾ പിന്നെ തിരിച്ച് റിവേഴ്സ് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ സെൻറ്റൻസിനെ കമ്പാരിറ്റീവ് ഡിഗ്രി ആക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് നൗണിനെ ആദ്യം കൊണ്ടുവരണം. പിന്നെ അത് കഴിഞ്ഞാൽ ഉടനെ വെർബ്, പിന്നെ കമ്പാരിറ്റീവ് ഡിഗ്രി അല്ലേ വേണ്ടത്. കമ്പാരിറ്റീവ് ഡിഗ്രി കഴിഞ്ഞാൽ ഉടനെ തന്നെ ദാനുണ്ടല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടത്? നമ്മുടെ കയ്യിൽ നിന്ന് ഓൾ അതർ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഈ നോ അതർ വരുന്ന ഒരു പോസിറ്റീവ് ഡിഗ്രി നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ആക്കണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് നൗൺ ആദ്യം വരുന്നു, വെർബ് വരുന്നു, പിന്നെ അത് കഴിഞ്ഞ് കമ്പാരിറ്റീവ് ഡിഗ്രി വരുന്നു, പിന്നെ അത് കഴിഞ്ഞ് കമ്പാരിറ്റീവ് ഡിഗ്രി കഴിഞ്ഞാൽ താൻ വരുമല്ലോ. പിന്നെ ഓൾ അതർ, പിന്നെ നോ അതർ കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗം. അപ്പോഴെന്താ വരുന്നത്? സെക്കൻഡ് നൗൺ എന്ന് പറഞ്ഞാൽ ജാപ്പനീസ്. പിന്നെ എന്താ വേണ്ടുന്നത്? ഇത് ജാപ്പനീസ് കഴിഞ്ഞാൽ ഉടനെ വെർബ് ആർ, പിന്നെ കമ്പാരിറ്റീവ് ഡിഗ്രി. കർട്ടിയസ് ആണല്ലോ പോസിറ്റീവ് ഡിഗ്രി, മോർ കർട്ടിയസ് ദാൻ ഓൾ അതർ. കയ്യിൽ നിന്ന് നമ്മൾ ഓൾ അതർ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പാർട്ട് ആഫ്റ്റർ നോ അതർ പീപ്പിൾ ഇൻ ദി വേൾഡ്. ഇപ്പോഴെങ്ങനെ വന്നത്? ജാപ്പനീസ് ആർ മോർ കർട്ടിയസ് ദാൻ ഓൾ അതർ പീപ്പിൾ ഇൻ ദി വേൾഡ് എന്ന് വന്നു. ഇതിനെ സൂപ്പർലേറ്റീവ് ആക്കുമ്പോൾ അങ്ങനെ വരും. സൂപ്പർലേറ്റീവിന് ഇതുപോലെ തന്നെ സെക്കൻഡ് നൗൺ നമ്മൾ നേരത്തെ ഇതിനെ തിരിച്ച് ചിന്തിക്കേണ്ട രീതി. വി ഹാവ് ടു തിങ്ക് ഇൻ ദ റിവേഴ്സ് ഓർഡർ. സെക്കൻഡ് നൗൺ കംസ് ഫസ്റ്റ്. After the second noun, verb is used. Then superlative. Superlative means superlative is preceded always by the definite article the. അക്കാര്യം മറക്കരുത്. പിന്നെ the part after no other. സെക്കൻഡ് നൗൺ ആദ്യം, അത് കഴിഞ്ഞാൽ ഉടനെ വെർബ്, പിന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ദീയും കൂടെ ചേർന്നുള്ള സൂപ്പർലേറ്റീവ് ഡിഗ്രി, പിന്നെ നോ അതർ കഴിഞ്ഞിട്ട് ചേർന്നുള്ള ഭാഗം ഉപയോഗിക്കുമ്പോൾ അത് ഏതായി? ഇറ്റ് ബിക്കെയിം സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോഴെങ്ങനെ വരും? സെക്കൻഡ് നൗൺ ആദ്യം ദി ജാപ്പനീസ് ആർ, ദ ജാപ്പനീസ് ആർ സൂപ്പർലേറ്റീവ് ഡിഗ്രി, ദ മോസ്റ്റ് കർട്ടിയസ്. പിന്നെ പാർട്ട് ആഫ്റ്റർ നോ അതർ പീപ്പിൾ ഇൻ ദി വേൾഡ്. ദ ജാപ്പനീസ് ആർ ദി മോസ്റ്റ് കർട്ടിയസ് പീപ്പിൾ ഇൻ ദി വേൾഡ് എന്നായപ്പോൾ സൂപ്പർലേറ്റീവായി. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കണം. ഇനി അടുത്ത ഒരെണ്ണം, ഹീ ഈസ് നോട്ട് സോ ജനറസ് ആസ് ഹിസ് ബ്രദർ. ഹീ ഈസ് നോട്ട് ജനറസ് ആസ് ഹിസ് ബ്രദർ. ഈ നോട്ടിൻ്റെ സാന്നിധ്യവും പിന്നെ അതുപോലെ സോഹാസിനിടയിൽ പോസിറ്റീവ് ഡിഗ്രി ജനറസ് വന്നിരിക്കുന്നു. അതല്ല, രണ്ട് ഫാക്ടേഴ്സേ ഉള്ളൂ, ഹീം ഹിസ് ബ്രദറേ ഉള്ളൂ. അപ്പോൾ നമുക്കത് മനസ്സിലായി ഇത് പോസിറ്റീവ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇനി ഒരൊറ്റ ചേഞ്ചേ പറ്റത്തുള്ളൂ. രണ്ട് ഫാക്ടേഴ്സ് ഉള്ളത് കമ്പാരിറ്റീവ് ഡിഗ്രിയും പോസിറ്റീവ് ഡിഗ്രിയും മാത്രമേ പറ്റൂ. സൂപ്പർലേറ്റീവ് ഈസ് ഇമ്പോസിബിൾ, സൂപ്പർലേറ്റീവ് അസാധ്യമാണെന്നറിയാം. അപ്പോൾ നമ്മളതിനെ എന്താ ചെയ്യുന്നത്? ഹീ ഈസ് നോട്ട് സോ ജനറസ് ആസ് ഹിസ് ബ്രദർ. സെക്കൻഡ് നൗണിനെ ആദ്യം എടുത്തു, പിന്നെ വെർബ്, പിന്നെ കമ്പാരിറ്റീവ് ഡിഗ്രിയും ദാനും, പിന്നെ ഫസ്റ്റ് നൗൺ. ദെൻ ഹൗ ഈസ് ദി ട്രാൻസ്ഫോർമേഷൻ, ഹൗ ഈസ് ദ ചേഞ്ച്? ഹിസ് ബ്രദർ ഈസ് അല്ലേ വെർബ്,
ഈസ് കമ്പാരിറ്റീവ് ഡിഗ്രി ജനറസ് മോർ ജനറസ് ദാൻ ഹി. ചിലവർക്ക് ഹിം എന്നാക്കണമെന്ന് ഹി. ഇതാ ഹിയെ വേണ്ടതുള്ളൂ. ഹി ഈസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഹി ഉപയോഗിച്ചാൽ മതി. ഹീസ് ബ്രദർ ഈസ് മോർ ജനറസ് ദാൻ ഹി. അതാണ് അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി. നമ്മൾ നേരത്തെ ചെയ്തതിനെക്കുറിച്ച് തിരിച്ച് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഞാനതിൻ്റെ ഒരു ചെറിയൊരു എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതിൻ്റെ ഒരു ഫോർമുല പറഞ്ഞതേ ഉള്ളൂ. സെക്കൻഡ് നൗൺ ഏതിനെ പോസിറ്റീവിനെ കമ്പാരിറ്റീവ് ഡിഗ്രി ആകുമ്പോൾ സെക്കൻഡ് നൗൺ ആദ്യം എടുക്കണം. അത് കഴിഞ്ഞ ഉടനെ വെർബ് വന്നു, കമ്പാരിറ്റീവ് ഡിഗ്രി ദാനും വന്നു, പിന്നെ ഫസ്റ്റ് നൗൺ വന്നു. തിരുവനന്തപുരം ഈസ് ക്ലീനർ ദാൻ മോസ്റ്റ് അതർ സിറ്റീസ് ഇൻ ഇന്ത്യ. തിരുവനന്തപുരം ഈസ് ക്ലീനർ ദാൻ മോസ്റ്റ് അതർ സിറ്റീസ് ഇൻ ഇന്ത്യ. മോസ്റ്റ് അതറിൻ്റെ സാന്നിധ്യം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കമ്പാരിറ്റീവ് ഡിഗ്രി ആണെങ്കിലും അത് വൺ ഓഫിൻ്റെ എക്സ്പ്രഷനാണ്. ഓൾ അതർ ആയിരുന്നെങ്കിൽ നമുക്കറിയാമായിരുന്നു അത് വൺ ഓഫ് ഇല്ലാത്തതാണ്. പക്ഷേ മോസ്റ്റ് അതർ വരുന്നത് എപ്പോഴാണ്? അത് വൺ ഓഫ് വരുന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ വൺ ഓഫ് വരുമ്പോഴാണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ വൺ ഓഫ് വരുമ്പോഴാണ് ഈ മോസ്റ്റ് അതർ വരുന്നത്. കമ്പാരിറ്റീവ് ഡിഗ്രി കഴിഞ്ഞ ഉടനെ മോസ്റ്റ് അതർ വരുന്നത്. തിരുവനന്തപുരം ഈസ് ക്ലീനർ ദാൻ മോസ്റ്റ് അതർ സിറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മറ്റ് പല നഗരങ്ങളെക്കാളും തിരുവനന്തപുരം ക്ലീനറാണ്, വൃത്തിയുള്ളതാണ്. അപ്പോൾ നമുക്കതിനെ സൂപ്പർലേറ്റീവ് ആക്കാം. സൂപ്പർലേറ്റീവ് ആക്കുമ്പോൾ അങ്ങനെ വരും തിരുവനന്തപുരം. പിന്നെ ഏതാ വെർബ് ഈസ് വൺ ഓഫ് ദി. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സൂപ്പർലേറ്റീവ്. വൺ ഓഫ് കഴിഞ്ഞിട്ടേ സൂപ്പർലേറ്റീവ് ഉള്ളൂ. വൺ ഓഫ് ദ ക്ലീനസ്റ്റ് സിറ്റീസ് ഇൻ ഇന്ത്യ. ആ വൺ ഓഫ് ഉപയോഗിക്കണമെന്ന് നമ്മളെ മനസ്സിലാക്കാൻ സഹായിച്ച ആ വാക്കെന്ന് പറയുന്നത് ഏതാണ്? മോസ്റ്റ് അതറാണ് നമ്മളെ വൺ ഓഫ് ആണെന്ന് കണ്ടുപിടിക്കാൻ സഹായിച്ചത്. പിന്നെ അറിയാം പോസിറ്റീവ് ഡിഗ്രി ആക്കുമ്പോൾ നമുക്ക് വെരി ഫ്യൂ ആണ്, നോ അതർ അല്ലാതെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് വൺ ഓഫ് വരുന്ന എക്സ്പ്രഷൻസിൽ ഏർലിയർ വി ഹാവ് വെരി ക്ലിയർലി എക്സ്പ്രസ്ഡ് ഡിസ്കസ്ഡ് വെരി ഫ്യൂ ഈസ് യൂസ്ഡ് അറ്റ് ദി ഓപ്പണിംഗ് ഓർ ബിഗിനിങ്. ആദ്യം നോ അതർ അല്ല വെരി ഫ്യൂ ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെ വരും? വെരി ഫ്യൂ സിറ്റീസ് ഇൻ ഇന്ത്യ ആർ പോസിറ്റീവ് ആയതുകൊണ്ട് സോ ക്ലീനാസ് അല്ലെങ്കിൽ ആസ് ക്ലീനാസ് തിരുവനന്തപുരം. വെരി ഫ്യൂ സിറ്റീസ് ഇൻ ഇന്ത്യ ആർ സോ ക്ലീനാസ് തിരുവനന്തപുരം എന്നല്ലേ വരുന്നത്. അനദർ വൺ, വെരി ഫ്യൂ സിറ്റീസ് ഇൻ ഇന്ത്യ ആർ ആസ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആസ് കൊൽക്കത്ത. വെരി ഫ്യൂ സിറ്റീസ് ഇൻ ഇന്ത്യ ആർ ആസ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആസ് കൊൽക്കത്ത. കണ്ടപ്പോഴേ മനസ്സിലായി, വെരി ഫ്യൂ കണ്ടപ്പോഴേ മനസ്സിലായി പോസിറ്റീവ് ഡിഗ്രി ആണെങ്കിൽ കൂടി വൺ ഓഫിൻ്റെ എക്സ്പ്രഷനാണ്. വൺ ഓഫ് അല്ലായിരുന്നെങ്കിൽ നോ അതർ വരുമായിരുന്നല്ലോ. അപ്പോൾ അതെങ്ങനെ വരുന്നേ? ആ വിസിറ്റ് നേരത്തെ നമ്മളതിൻ്റെ ഫോർമുലയൊക്കെ പറഞ്ഞതല്ലേ. കൊൽക്കത്ത ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് സിറ്റീസ് ഇൻ ഇന്ത്യ. കൊൽക്കത്ത ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് സിറ്റീസ് ഇൻ ഇന്ത്യ എന്നല്ലേ വരുന്നത്. അനദർ വൺ, നോ അതർ ബോയ് ഇൻ ദി സ്കൂൾ ഈസ് ആസ് ഇൻ്റലിജൻ്റ് ആസ് സൗരവ്. നോ അതർ ബോയ് ഇൻ ദി സ്കൂൾ ഈസ് ആസ് ഇൻ്റലിജൻ്റ് ആസ് സൗരവ്. അത് കണ്ടപ്പോഴേ മനസ്സിലായി നോ അതർ വരുന്നു, പോസിറ്റീവ് ഡിഗ്രിയാണ്. അല്ലെങ്കിൽ ആസ് ഇൻ്റലിജൻ്റ് ആസ് കണ്ടപ്പോഴേ മനസ്സിലായി പോസിറ്റീവാണ്. അപ്പോൾ അതിനെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്കതിനെ മാറ്റാം. കമ്പാരിറ്റീവ് ഡിഗ്രിയും ആക്കാം, സൂപ്പർലേറ്റീവ് ആണ്. അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി ആകുമ്പോൾ നമ്മൾ നേരത്തെ അതിൻ്റെ ഫോർമുലയാണ് സെക്കൻഡ് നൗൺ ആദ്യം വരണം, പിന്നെ അത് കഴിഞ്ഞാൽ വെർബ്, പിന്നെ കമ്പാരിറ്റീവ് ഡിഗ്രിയും ദാനും, പിന്നെ ഓൾ അതർ, പിന്നെ നോ അതർ കഴിഞ്ഞിട്ടുള്ള ഭാഗം മുഴുവനും അല്ലേ വരേണ്ടത്. അപ്പോൾ സൗരവ് ഈസ് മോർ ഇൻ്റലിജൻറ്റ് ദാൻ മെനി അതർ ബോയ്സ് ഇൻ ദി സ്കൂൾ. ബോയ് ഇൻ ദി സ്കൂളില്ല, മെനി അതർ അല്ലെങ്കിൽ ഓൾ അതർ മെനി അതർ ഉപയോഗിച്ചാൽ ഓൾ അതർ ഉപയോഗിച്ചാൽ മതി, മെനി അതർ ഉപയോഗിക്കാം. ഓൾ അതർ ബോയ്സ് ഇൻ ദി സ്കൂൾ എന്നല്ലേ വരുന്നത്. ഇനി സൂപ്പർലേറ്റീവ് ആക്കുമ്പോഴറിയാമല്ലോ സെക്കൻഡ് നൗൺ ആദ്യം വേണം, പിന്നെ അത് കഴിഞ്ഞ ഉടനെ വെർബ്, പിന്നെ സൂപ്പർലേറ്റീവ് വിത്ത് ദി, പിന്നെ പാർട്ട് ആഫ്റ്റർ നോ അതർ. അപ്പോൾ സൗരവ് ഈസ് സൂപ്പർലേറ്റീവ് ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ബോയ് ഇൻ ദി സ്കൂൾ എന്നല്ലേ വരുന്നത്. അനദർ വൺ, മല്ലിക ഈസ് യങ്ങർ ദാൻ ഹെർ കസിൻ സുധ. മല്ലിക അവളുടെ കസിൻ സുധയെക്കാളും യങ്ങറാണ്. ഇത് നമുക്കറിയാം, രണ്ട് ഫാക്ടേഴ്സേ ഉള്ളൂ. കമ്പാരിറ്റീവ് ഡിഗ്രിയാണിത്, യങ്ങർ ദാൻ. അപ്പോൾ അതിനെ ഇനി സൂപ്പർലേറ്റീവ് ആക്കാൻ പറ്റത്തില്ല. ഓൺലി ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ടു പോസിറ്റീവ് ഡിഗ്രി. പോസിറ്റീവ് ഡിഗ്രി ആക്കാനേ പറ്റത്തുള്ളൂ. അപ്പോഴെങ്ങനെ വരും? നമുക്കത് അറിയാമല്ലോ. പോസിറ്റീവ് ഡിഗ്രി ആക്കാനായിട്ട് സെക്കൻഡ് നൗൺ ആദ്യം വേണം, പിന്നെ വെർബും, പിന്നെ നോട്ടും, പിന്നെ അത് കഴിഞ്ഞാൽ ഉടനെ സ്വാസിനിടയിൽ പോസിറ്റീവ് ഡിഗ്രി, പിന്നെ ഫസ്റ്റ് നൗൺ.
her cousin Sudha is not so young as അല്ലെങ്കിൽ as young as Mallika. So as we have just seen, it is one of the most important and difficult areas in our grammar, and in all the examinations regarding grammar there will be questions from this section. So a careful and diligent learning is essential for understanding all these points. Okay, goodbye. We can meet with another section.